ഖത്തറിലെയും ഇറാഖിലെയും US വ്യോമകേന്ദ്രത്തിൽ ആക്രമണം നടത്തിയ ഇറാൻ. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തീജ്വാലകൾ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് IRGC. US UK പൗരന്മാർക്ക് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശം. ഖത്തർ വ്യോമപാത അടച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇറാൻ ആക്രമണത്തിന് മറുപടി കൊടുക്കുമെന്ന് ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസി. ഇറാൻ ആക്രമണത്തിന് പിന്നാലെ വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം ചേരുകയാണ്. വിവരങ്ങളുമായി നമ്മോടൊപ്പം ഗൗതവും അഗസ്റ്റ് സെബാസ്റ്റ്യനും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ഗൗതമിലേക്ക് പോകാം. ഗൗതം, ഈ ഇറാൻ ഖത്തർ ആക്രമിച്ചതോടെ ഗൾഫ് രാജ്യങ്ങൾക്കിടെ തന്നെ ഇറാനെതിരെ നിലപാടിലേക്ക് പോകാൻ കാരണമാകുമെന്ന് കൂടി നമുക്ക് കാണേണ്ടി വരില്ലേ? അതിന് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്തയായി നമുക്ക് ലഭിക്കുന്ന വിവരം, ഖത്തറിലേക്ക് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ആക്രമണത്തിൽ ഖത്തർ അപലപിക്കുകയാണ്. ഖത്തറിന്റെ വ്യോമ അതിർത്തി കടന്നുള്ള ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണം അത് പ്രതിരോധിക്കുമെന്നാണ് ഇപ്പോൾ ഖത്തർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇറാന്റെ പ്രതികരണവും പുറത്തു വന്നിരിക്കുകയാണ്. ഇറാൻ സുരക്ഷാ കൗൺസിൽ വ്യക്തമാക്കുന്നതനുസരിച്ച് ഖത്തറിലെ ജനവാസ മേഖലയിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല. അതേസമയം അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള വ്യോമത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിക്കുകയാണ് ഇറാന്റെ സുരക്ഷാ കൗൺസിൽ. അവർ നൽകുന്ന പ്രതികരണം അനുസരിച്ച് ഇനിയും പ്രകോപനം സൃഷ്ടിച്ചാൽ, അമേരിക്ക ഇനിയും പ്രകോപനം തീർക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ മറുപടി ഉണ്ടാകും. ഒരു അക്രമവും ഇറാനിൽ അമേരിക്ക നടത്തുന്ന ഒരു ആക്രമണവും മറുപടി ഇല്ലാതെ പോകില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ഈ ഇറാൻ സുരക്ഷാ കൗൺസിൽ ഈ ഘട്ടത്തിൽ. നിലവിൽ കൂടുതൽ രാജ്യങ്ങൾ കൂടി ഈ സന്ദർശനത്തിന്റെ ഭാഗമാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താനാകുക. നിലവിൽ വിവരമനുസരിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE അവരുടെ വ്യോമപാത അടച്ചിരിക്കുകയാണ്. വ്യോമപാതയിൽ റഡാർ സംവിധാനം നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് UAE അവരുടെ വ്യോമപാത അടച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ബഹ്റൈൻ വ്യോമപാത അടച്ചിരിക്കുന്നു. നിലവിൽ മറ്റ് രാജ്യങ്ങൾ കൂടി ഈ സംഘർഷത്തിന്റെ ഭാഗമായി പുറത്തുവരുന്ന അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ് ഇറാന്റെ നിലവിലെ ആക്രമണം. എന്തായാലും നിലവിൽ അമേരിക്ക വൈറ്റ് ഹൗസ് യോഗം ചേരുന്നതായിട്ടുള്ള റിപ്പോർട്ട് കൂടി നിമിഷങ്ങളിൽ പുറത്തു വരികയാണ്. വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം നടക്കുകയാണ്. എങ്ങനെയാണ് ഈ ആക്രമണത്തെ പ്രതിരോധിക്കേണ്ടത്, എന്താണ് ഇതിൽ തിരിച്ചടി നൽകണമോ എന്ന് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തുന്നതിന് ആവശ്യമായിട്ടാണ് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വൈറ്റ് ഹൗസിൽ ഇപ്പോൾ യോഗം ചേരുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ മേധാവിമാരുടെയും നേതൃത്വത്തിലുള്ള യോഗമാണ് ചേരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിന് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംഘർഷത്തിലേക്ക് കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമായി മാറുന്നു. ഇറാൻ ന്യായീകരണമായി മുന്നോട്ട് വയ്ക്കുന്നത് ഈ ആക്രമിക്കപ്പെട്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ ഖത്തറിലേക്ക് തന്നെ റെസിഡൻഷ്യൽ ഏരിയകൾ അല്ലെങ്കിൽ താമസ സ്ഥലങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ ഇവയൊന്നും ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നില്ല. ആകെ മിസൈൽ ആക്രമണം നടത്തിയത് അൽ ഉദൈദ് ഉൾപ്പെടെയുള്ള വ്യോമത്താവളത്തിലേക്കാണ്. ആ വ്യോമത്താവളം അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ളതാണ്, അല്ലെങ്കിൽ അമേരിക്കൻ വ്യോമത്താവളമായി അറിയപ്പെടുന്ന കേന്ദ്രമാണ് അൽ ഉദൈദ്. അതുൾപ്പെടെയുള്ള മേഖലയിലേക്കാണ് മിസൈൽ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചത്. ഇത് സഹോദര രാജ്യമായ ഖത്തറിനെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അല്ല എന്നതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ന്യായവാദം. പക്ഷേ അത് ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പോകുന്ന സാഹചര്യമല്ല. കാരണം അമേരിക്ക ഇറാനിലെ ആണവ സമ്പുഷ്ടീകരണ മേഖലകൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ അല്ലെങ്കിൽ അതിന്റെ പ്രഹരത്തിൽ മറുപടി നൽകേണ്ടത് അമേരിക്കയ്ക്കാണ്. അതിന് പകരം ഖത്തർ ഉൾപ്പെടെയുള്ള സഹോദര രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്ന സാഹചര്യം അത് എന്ത് തന്നെ ന്യായീകരിച്ചാലും ന്യായീകരണത്തിന് വിധേയമാകുന്ന ഒരു കാര്യമല്ല എന്നാണ് ഖത്തറിന്റെ തന്നെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഖത്തർ അസന്നിഗ്ധമായി പറഞ്ഞു വെക്കുന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആക്രമണത്തെ അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 10 മിസൈലുകളെയും നിർവീര്യമാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നിലവിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുന്ന ചാർട്ടർ, സമാധാന ഉടമ്പടി, ആ ഉടമ്പടിക്ക് വിരുദ്ധമായി ആ ഉടമ്പടിയിലെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് നിലവിൽ ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമണം. അത് ഖത്തറിന്റെ വ്യോമ അതിർത്തിയെയും അതോടൊപ്പം തന്നെ പരമാധികാരത്തെയും ചോദ്യം ചെയ്തു. നമുക്കറിയാം, ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തതിന് മറുപടി നൽകും എന്ന് പറയുമ്പോൾ തന്നെ ഖത്തർ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.